മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഇന്നും ജാമ്യമില്ല. മനുഷ്യക്കടത്തടക്കം ഗുരുതര വകുപ്പുകൾ ഉള്ളതിനാൽ കേസ് NIA കോടതി പരിഗണിക്കുമെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. അതേസമയം ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന BJP നേതാക്കളുടെ വാദം തള്ളുന്ന കോടതി ഉത്തരവ് പുറത്തുവന്നു. ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ച നിയമോപദേശം. തുടർച്ചയായ രണ്ടാം തവണ അപേക്ഷ നൽകിയിട്ടും ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉള്ളതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്നാണ് സെഷൻസ് കോടതിയുടെ നിലപാട്. മനുഷ്യക്കടത്ത് കേസ് ബിലാസ്പൂരിലെ NIA കോടതി പരിഗണിക്കുമെന്നും മറ്റു കേസുകളിൽ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ദുർഗ് സെഷൻസ് കോടതി വ്യക്തമാക്കി. അതേസമയം ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർക്കുന്നില്ലെന്ന BJP നേതാക്കളുടെ വാദം പൊളിക്കുന്നതാണ് കോടതി ഉത്തരവ്. കന്യാസ്ത്രീകളുടെ ഹർജിയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തെന്ന് സെഷൻസ് കോടതി ഉത്തരവിൽ വ്യക്തമാണ്. കോടതി ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സെഷൻസ് കോടതി ഹർജി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാനാണ് കന്യാസ്ത്രീകളുടെ നീക്കം. നാളെ തന്നെ ഹർജി നൽകിയേക്കും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എതിർക്കുമെന്ന് ദുർഗ് ജയിലിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 100% ये धर्मांतरण का ही मामला है. जब इसको तह तक जाएगा तो मालूम चलेगा ये इसका पूरा खेल धर्मांतरण के पीछे यही है. मानव तस्करी और धर्मांतरण सब लगा हुआ है. LDF UDF MPമാരുടെ സംഘം ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമം തുടങ്ങിയതോടെ ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയിലിനു മുന്നിൽ വിദ്വേഷ വിഷം തുപ്പി പ്രകടനം സംഘടിപ്പിച്ചു. BJP കേരള ഘടകമടക്കം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമിക്കുമ്പോഴാണ് സംഘപരിവാർ സംഘടനയുടെ വർഗീയ പ്രതിരോധം. കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിനാണ് അറസ്റ്റ് എന്ന് തന്നെയാണ് ഛത്തീസ്ഗഡിലെ BJPയുടെ മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായിയുടെ നിലപാട്. എന്നാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJP സംസ്ഥാന നേതൃത്വം രണ്ട് തട്ടിലാണ്. അറസ്റ്റിനെ എതിർക്കേണ്ടതില്ലെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഭിന്നാഭിപ്രായമാണ് മറുവിഭാഗത്തിന്. BJP സംസ്ഥാന ഭാരവാഹി പ്രതീഷ് വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ്. മതമാറ്റത്തെ ശക്തമായി എതിർക്കണമെന്ന് സംഘപരിവാർ സംഘടനകളും ആവശ്യപ്പെടുന്നു. എന്നാൽ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീളുന്നത് കേരളത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഔദ്യോഗിക പക്ഷത്തിന് വിലയിരുത്തൽ. ഇന്ന് 11 മണിയോടെ ഇടത് MPമാരുടെ സംഘം ദുർഗ് ജയിലിലെത്തി കന്യാസ്ത്രീകളെയും ഒപ്പം അറസ്റ്റിലായ സഹായിയായ യുവാവിനെയും സന്ദർശിച്ചു. CPIM നേതാവ് ബൃന്ദ കാരാട്ട്, CPI നേതാവ് ആനി രാജ, MPമാരായ ജോസ് കെ മാണി, K രാധാകൃഷ്ണൻ, AA റഹീം എന്നിവരുൾപ്പെട്ട സംഘമാണ് ജയിലിലെത്തിയത്. And today the nuns are asking, are we not citizens of India? We are ashamed. ജയിൽ അധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവർ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കൂട്ടമല്ല, പക്ഷേ ഇവിടുത്തെ ഭരണകൂടമാണ് ഈ അനീതി നടത്തിയിരിക്കുന്നതെന്ന് യാതൊരു സംശയമില്ല. നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ് ഇത് ആവർത്തിച്ചു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ വിതുമ്പാണ്. ഹൃദയം പൊട്ടി വേദനിക്കുകയാണ്. കന്യാസ്ത്രീകളെ കാണാനായി CBCI സംഘവും ഛത്തീസ്ഗഡിലെത്തി. അറസ്റ്റിനെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF MPമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. വിഷയം KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭയിൽ ഉന്നയിച്ചു. Now what is happening? Last 5 days, these two innocent nuns are in jail without any reason. What a cruelty this is. If the country is a banana republic, without any reason you are keeping them in the jail. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ക്രൈസ്തവർക്ക് രക്ഷയില്ല, കന്യാസ്ത്രീമാർക്ക് ജനസേവനം നടത്താൻ അവസരം കൊടുക്കുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.